അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയിർത്തെഴുന്നേൽപ്പിക്കണം എന്നതാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. യോഹന്നാൻ 6:39. ഉയിർത്തെഴുന്നേൽപ്പിക്കണം എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളും സന്ദേശങ്ങളും ഒന്നും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. കാരണം വിശ്വസിക്കുന്നതിനേക്കാൾ ഏറെ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്ന് നടമാടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് നമ്മോടുള്ള ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം വിളിച്ചറിയിക്കുന്ന ഒരു വാക്യമാണിത്. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും ആ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കണം. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരാർത്ഥമായി കുരിശിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനി നമ്മൾ അതിനോടൊപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. പ്രവാചകന്മാരുടെ കാലത്ത് പ്രവചനങ്ങൾ വിശ്വസിക്കാനായിട്ട് മനുഷ്യർ വിമുഖത കാട്ടിയതുപോലെ തന്നെ ഇന്നും ഉയർത്തെഴുന്നേൽപ്പോ അത് അസംഭവമായ ഒരു കാര്യമാണ്. പല വിധത്തിലുള്ള യുക്തികളാൽ നമ്മുടെ വിശ്വാസത്തെ ഘനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ അന്നത്തെ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. യേശു ക്രിസ്തു വീണ്ടും വരും. എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഒരു ഗോതമ്പ് മണി അത് ഭൂമിയിൽ വീണ് 2-3 ദിവസത്തിന് ശേഷം അത് മുളയ്ക്കുമ്പോൾ ആ ഗോതമ്പ് മണിയിൽ ഉണ്ടായിരുന്ന ഒരു രൂപമല്ല, ഒരു പുതിയ രൂപം, ഒരു പുതിയ നിറം, ഒരു പുതിയ ചെടി അതിൽ നിന്നും മുളച്ചു വരികയാണ്. ഈ വിത്തിനകത്ത് ഇത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിലുള്ള വ്യത്യസ്തമായ ഒരു പുതിയ ചെടിയാണ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മണ്ണിൽ നശിച്ചു പോയാലും കർത്താവായ യേശു ക്രിസ്തു കാഹളനാദത്തോടെ വാനമേഘങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും അമർത്യമായ ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കാം. വിശ്വാസം അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിപൂർണമായി വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം